ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഹായ് ഓൾ, ഞാൻ അലീന. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഉള്ളല്ലേ? ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. പ്രേമരോഗി ദുർബല. നമുക്ക് അവളെവിടേക്കാ പോണെന്ന് നോക്കിയാലോ? വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ ഫെബ്രുവരി 1 നടക്കുന്ന അവാർഡ് ചെയ്യാനുള്ള ഒരു സുവർണാവസരം. ഇത് വെറും സാമ്പിള്, ഇനിയല്ലേ കഥ. മോഡലുകളെ ദുബായിൽ എത്തിച്ച് വിദേശ സെക്സ് റാക്കറ്റിന്റെ കെണിയിൽപ്പെടുത്തിയ കേസിൽ ഒരു യുവതി കൂടി പിടിയിൽ. ഇത് കണിയല്ല, കെണിയാ. പൊന്നാനി സ്വദേശി മഞ്ജിമയാണ് അറസ്റ്റിലായത്. മോഡലിംഗിന് അവസരമെന്ന് സോഷ്യൽ മീഡിയയിൽ പരസ്യം നൽകിയാണ് ഇവർ പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തിയിരുന്നത്. കളിച്ചിട്ട് എത്ര രൂപ കിട്ടിയ അമ്മച്ചിക്ക്? ഓ, നമുക്കൊന്നും കിട്ടുകയില്ലെന്നേ. ഫാഷൻ ഷോയുടെ മറവിൽ മനുഷ്യക്കടത്തും കൂട്ടബലാത്സംഗവും നടന്നു വന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണത്തിൽ പുറത്തു വരുന്നത്. സെലിബ്രിറ്റികളെ വരെ ഉപയോഗിച്ച് അലീന പരസ്യം ചെയ്തു. ജീവിക്കാനുള്ള ഓരോ തത്രപ്പാടേ. ദൃശ്യങ്ങൾ പ്രതികൾ ഫോണിൽ പകർത്തുകയും ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി യുവതികളെ പലരുടെയും മുമ്പിൽ എത്തിച്ചുവെന്നാണ് FIR. കഴിഞ്ഞ രാത്രിയിലാണ് ഈ അലീനയും ഒപ്പം സിന്ധുവും ഒക്കെ പോലീസിന്റെ പിടിയിലായത്. ഇന്ന് പുലർച്ചെ പൊന്നാനിയിൽ നിന്ന് മഞ്ജിമ എന്ന അടുത്ത ഇതിലെ പ്രതിയെ കൂടെ പോലീസ് പിടിച്ചിട്ടുണ്ട്. നല്ല ബെസ്റ്റ് മോളാ. ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ സൈസ് ഇല്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അലീനയെ പോലീസ് പിടികൂടുന്നത്. അലീനയെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അലീന നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളാണ്. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അലീനയും ഈ സിന്ധുവും ഒപ്പം ഇപ്പൊ പിടിയിലായ മഞ്ജിമയും ഒക്കെ ചേർന്ന് ദുബായിലുള്ള രണ്ടുപേരും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു വമ്പൻ സെക്സ് റാക്കറ്റിന്റെ വിവരം പോലീസിന്റെ കയ്യിലേക്ക് ലഭിക്കുന്നത്. നീ പോലീസുകാര് തോറ്റുപോകുന്ന ഭരണിപ്പാട്ട് എഴുതിയ നീ പോലീസിന്റെ തനി സ്വഭാവം അറിയും. പിന്നെ നിന്നെ ഞങ്ങൾ വല്ല ഭരണിക്കകത്തും കഷ്ണമാക്കി നുറുക്കിയിട്ട് അടിയിൽ കൂടെ തീ വയ്ക്കും.